ഹായ് ഓൾ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ബൈ ബാസിമ ജുനൈദ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് 5:45 ആയപ്പോഴാണ് എണീറ്റുണ്ടായിരുന്നത്. ആ സമയത്ത് ഇക്കായും മോനൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ട് നേരെ പോയിട്ട് പുട്ടുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ പുട്ട് തന്നെയാണ് ഇന്നും. അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം എല്ലാ ദിവസവും പുട്ടായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ബ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ ബ്രഷിങ്ങും കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇക്കായപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇക്ക ഒരു 6 മണി കഴിയുമ്പോഴത്തേക്കും വിളിക്കും. അപ്പോൾ ഇക്ക എണീറ്റ് റെഡി ആവാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ബ്രഷ് ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം നേരെ പോയിട്ട് റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കും, വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഈ ഒരു ടൈമിൽ നല്ല രസമാണ് കാണാൻ വേണ്ടി, നല്ലൊരു കാമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. പിന്നെ അതിനുശേഷം മിക്കായി ഞാനും കൂടെ ഇന്നലെ താഴെ ട്രിം ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇക്കത പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സൗണ്ട് കേട്ടിട്ട് ഹൈസോൺ എണീറ്റിട്ടുണ്ട്. പിന്നെ നേരെ ഓടിപ്പോയി അവനെ വന്ന് ആട്ടിയതിന് ശേഷമാണ് പിന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്ത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാനൊരു കോഫിയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2 ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചിട്ടുണ്ട്. നോർമലി ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. ഇക്ക പോയതിന് ശേഷം ജസ്റ്റ് പോയി കിടന്നൊന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ എനിക്കിന്നെന്തോ നല്ല വിശന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും സെറ്റിയുടെ തലേണയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാണ്. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, നേരെ ഉറങ്ങാൻ പോയി. അതിനുശേഷം എണീറ്റ് ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും പഞ്ചസാരയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ കിച്ചണിൽ പോയിട്ട് ഹൈസുവിന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കാണ്. അവന് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇതുപോലെ കഞ്ഞിയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ചോറ് തന്നെയാണ് അരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈസ് ഈ സമയത്തൊക്കെ അവിടെ നിന്ന് ഓടുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ വെറുതെ ഒന്ന് ക്ലിപ്സൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നോർമലി ബസ്മതി റൈസ് ആയിരുന്നു. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നേരെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇടുകയാണ്. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഒരു ലിറ്റിൽ ഹെൽപ്പറിനെ അവിടെ കാണാം. അപ്പോൾ അവൻ ഈ പരിപാടിയൊക്കെ നല്ലോണം അറിയാം കേട്ടോ. എന്നെക്കാൾ നല്ലോണം എനിക്ക് തോന്നുന്നു അവന് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന അറിയാം. നോർമലി തുണി വാഷ് ചെയ്യാൻ ഇടുന്ന ടൈമിൽ ഇക്കാരെ കൂടി ഇവൻ എപ്പോഴും വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അവൻ എനിക്ക് കാണിച്ചു തരാണ് ആ ബട്ടൺ അങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സംഭവം ശരിയാണ്, അങ്ങോട്ട് തിരിക്കണമായിരുന്നു. എനിക്ക് ഈ പരിപാടി വലിയ പിടുത്തമില്ല, എന്നാലും ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം തൊട്ടിൽ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തൊട്ടിൽ മാറ്റാൻ വന്നപ്പോൾ അവൻ അതിൻ്റെ കൂടെ വന്ന് കിടന്ന് എല്ലാം വലിച്ചിടുകയാണ്. അപ്പോൾ തൊട്ടിൽ മാറ്റുന്നത് കുറച്ച് ടാസ്ക്കാണ്, കാരണം കട്ടിലെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ അതിനുശേഷം വന്നിട്ട് ഞാൻ സർഫും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടിലൊക്കെ അങ്ങനെ ഫൈനലി സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഹൈസുവിൻ്റെ ബഹളമാണ്, ഇനി അവൻ ഉറക്കണം, അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഉറക്കാൻ പോകുന്നതിനിടയിൽ പിന്നെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് പിന്നെ തൊട്ടിലാട്ടാണ്. തൊട്ടിലാട്ടൽ എന്ന് പറയുന്നത് ഒരു 1/2 മണിക്കൂർ കേസാണ്. ആട്ടി 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 എങ്ങനെ നിൽക്കണം. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കളിക്കാൻ കൊടുത്താൽ മിണ്ടാതെ അതിൽ കിടന്നോളും. പിന്നെ അതിന് ശേഷം ഫിഷൊക്കെ ഉണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇതിനിടയിൽ ഞാൻ ലിപ് സ്ക്രബ് ഉണ്ടാക്കുകയാണ്. ഒരുപാട് ഡ്രൈനെസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ചുണ്ട് ഭയങ്കരമായിട്ടൊരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് സ്ക്രബ് ഉണ്ടാക്കണം. നല്ല സ്ക്രബാണ്, ജസ്റ്റ് ഷുഗറും കുറച്ച് ഓയിലും മിക്സ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ മൂവിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇട്ടാൽ പോകുന്നത്. പിന്നെ അതിനുശേഷം നേരെ വന്നിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഹൈസു 4:30 ആയപ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആര് പേര് പറ, ആര് വരും, ആര് പറ. ഹൈസു എൻ്റെ വാപ്പി വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. അവന് ഈ ഒരു ടൈം ആകുമ്പോൾ അറിയൊക്കെ വരും എന്നുള്ളത്. ആര് ഡോർ വന്ന് കൊട്ടിയാലും ആത്താന്ന് വിളിക്കും. അവൻ വാപ്പിന്ന് വിളിക്കാറുണ്ട്, വാപ്പാന്ന് വിളിക്കും. പക്ഷെ കൂടുതലും ആത്താന്നാണ് വിളിക്കാറ്. അത് എവിടെ നിന്ന് കിട്ടിയ വേർഡാണെന്ന് അറിയില്ല, പക്ഷെ അവന് ഇഷ്ടം അതാണ് വിളിക്കാനായിട്ട്. അപ്പോൾ ഇക്ക വന്നപ്പം അവൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് കാണുന്നത്. തുള്ളി പോവുകയാണ് ആൾ. നേരെ വന്നു കഴിഞ്ഞാൽ അവൻ തിരിച്ച് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇക്കാരെ തോളിൽ കയറി എന്നിട്ട് ഇക്കാരെ ബാഗ് വാങ്ങിക്കും, ടിഫിൻ കൊണ്ടുവന്ന് ബാഗ് വാങ്ങിക്കും. അതൊരു നല്ലോണം അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് അത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി അതാണ്. പക്ഷേ ഇന്ന് റെയറായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആശാൻ അവിടെ നിന്നിട്ട് ഇക്കാരെ സോക്സ് കോരി കൊടുക്കുക. അപ്പോൾ അങ്ങനെ സോക്സും കാര്യങ്ങളൊക്കെ കോരി കൊടുത്തതിൻ്റെ സന്തോഷമാണ്. അതിനുശേഷം നേരെ അത് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു അത് അവിടെ കൊണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കിൽ നമ്മൾ തുണി വയ്ക്കുന്ന കുട്ടയുണ്ട്, അപ്പോൾ അതിനകത്ത് വെച്ചാൽ മതി എന്ന് പറയാണ്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് കിടന്നപ്പോഴത്തേക്ക് ഞാനും ഹൈസും കൂടെ എന്തായാലും കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ആഴ്ച കൂടെ കാണാം. ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്കും, ഉമ്മ കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിത് ലുലുവിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി സവാള തീർന്നു, ഇപ്പോൾ സവാള വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഇപ്പം ഭയങ്കര ബഹളമാണ്, സ്പ്രേയുടെ ബോട്ടിൽ എടുക്കാൻ വേണ്ടി കരച്ചിലായിരുന്നു. പിന്നെ അതൊന്നും കൊടുത്തിട്ടില്ല, കാരണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ മൊത്തം എടുത്ത് തറയിലിട്ട് പൊട്ടിക്കും, ഗ്ലാസ് ബോട്ടിലൂടെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായി നിർത്തതിന് ശേഷമായിരുന്നു ആൾ ഭയങ്കര കരച്ചിൽ. പിന്നെ ഇവനെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ അപ്പോഴേ കൊണ്ടുപോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഏത് ഐറ്റം കണ്ടാലും അപ്പോൾ അവന് വേണം. പിന്നെ വണ്ടിയിലെ ബഹളം കാരണം അവസാനം ഞാൻ കുറച്ച് നേരം ഗ്ലാസ്സൊന്നും താത്തിട്ട് കൊടുത്തു. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ലുലു എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആക്ച്വലി സവാള മാത്രമായിരുന്നു മെയിൻ ഫോക്കസ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ബാസ്ക്കറ്റ് നിറയെ ഐറ്റംസ് എടുത്തു. ഇതാണ് പ്രശ്നം, നമ്മൾ കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി പോയാൽ അവസാനം നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഒരുവിധ ഐറ്റംസ് ഒക്കെ എടുക്കും.
പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള മെയിൻ പരിപാടി ഹൈസൂന് എന്തെങ്കിലും ഒരു വാഴയ്ക്കപ്പോ എന്തെങ്കിലും സ്നാക്ക് വാങ്ങിച്ചിട്ട് കയ്യിൽ കൊടുക്കും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇരിക്കത്തില്ല. അപ്പം ഈ ഒരു സെക്ഷനിൽ ഞാൻ 10-15 മിനിറ്റ് കൊണ്ട് തപ്പി നടക്കുമായിരുന്നു. ആക്ച്വലി തപ്പിയത് കസൂരി മെത്തിക്കാണ്. ഫൈനലി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു ബാസ്ക്കറ്റ് ഐറ്റംസ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 11 വരെ 12 മണിയായി കിടക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.